നീണ്ട തലപ്പാവ് പോലൊരു ഭൂപ്രദേശം. ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ കുന്നുകൾക്ക് നടുവിൽ ബർമ്മയ്ക്കെതിരായി പച്ചപ്പ് നിറമേകുന്ന ഒരു നാട്. മണിപ്പൂരിനെ വർണ്ണിച്ച് തീർക്കാൻ ഇവിടുത്തെ ചരിത്രത്തെയും സംസ്കാരത്തെയും കുറച്ചുകൂടി പറയേണ്ടി വരും. എന്നാൽ പതിറ്റാണ്ടുകളായി അക്രമം പുകയുന്ന ഇവിടം ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല അറിയപ്പെടുന്നത്. സ്വതന്ത്രാനന്തര ഭാരതത്തിൽ മണിപ്പൂർ ചേർക്കപ്പെട്ട നാൾ മുതൽ തന്നെ അവിടെ അക്രമത്തിൻ്റെ പുക ഉയരുന്നുണ്ടായിരുന്നു. ഭാരതത്തിൻ്റെ പരമാധികാരം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളുടെ കൃത്യമായ പരിച്ഛേദമാണ് മണിപ്പൂർ. ജനുവരി 26 ഇന്ത്യൻ പരമാധികാരത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും സൂചന നൽകുന്ന ദിവസമാണ്. എന്നാൽ അധികാരം ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങളിലേക്ക് എങ്ങനെ നടപ്പിലാക്കാമെന്നതിനെക്കുറിച്ച് വലിയ ചോദ്യങ്ങളുണ്ടാകാം. തോക്കുൻ മുന കാട്ടി ഭീഷണിപ്പെടുത്തി അധികാരവും ജനാധിപത്യവും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു നാട്ടിൽ നിന്നാണ് വോട്ട് യാത്ര ഇന്ന് തുടങ്ങുന്നത്. 1947 ഭാരതം സ്വതന്ത്രമാകുമ്പോൾ ഒരു സ്വതന്ത്ര രാജ്യമായിരുന്ന മണിപ്പൂർ ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിനെക്കുറിച്ച് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. ഇന്ത്യൻ റിപ്പബ്ലിക്കിൽ ചേർന്ന നാൾ മുതൽ തന്നെ തങ്ങളെ സ്വതന്ത്ര രാജ്യമായി മാറാൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി തീവ്രവാദികൾ കലാപമുയർത്തി വിട്ടു തുടങ്ങി. അതിർത്തിക്കപ്പുറത്ത് നിന്ന് ആയുധവും സഹായവും ഏറ്റുവാങ്ങി ഇന്ത്യൻ പട്ടാളത്തിനെതിരെ നിരന്തര പോരാട്ടത്തിലാണ് 30-ലധികം വരുന്ന ഒളിപ്പോരാട്ട സംഘടനകൾ. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിലുള്ള ജനാധിപത്യ പരിശ്രമങ്ങൾ കാലാകാലങ്ങളിൽ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഇവിടെ തുടർന്നുകൊണ്ടേയിരുന്നു. 2012 നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വേളയിൽ മണിപ്പൂർ സന്ദർശിക്കുമ്പോൾ വിഘടനവാദത്തിന്റെ അക്രമശ്രമങ്ങൾ ഒരു ഭാഗത്തും പട്ടാളത്തിന്റെ പ്രത്യേക അധികാരങ്ങൾ പ്രയോഗിച്ച് ജനാധിപത്യ പ്രക്രിയ നിലനിർത്തുവാനുള്ള പരിശ്രമങ്ങൾ മറ്റൊരു ഭാഗത്തും ഗൗരവമായി നടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 10th Assembly election of Manipur. It is supposed to be an expression of people's will and mandate. But a very interesting contradiction is the level of military, paramilitary, police presence on the exercise of these people's mandate is quite appalling. If you move around Imphal today, you will see every school there are bunkers being made. There is a contradiction in term. If this is how democracy has to be enforced, I think we are putting all the dictators of the world and all the military regimes in the world to shame. The level of militarization is extremely high. I think this is an expression of something that is fundamentally problematic with the democratic functioning of this of democracy in Manipur in particular. വടക്ക് കിഴക്കിൻ്റെ കണ്ണുനീർ തുള്ളിയാണ് മണിപ്പൂർ. ഇന്ത്യൻ ജനാധിപത്യം അതിൻ്റെ സന്ദിഗ്ധ പരീക്ഷണങ്ങൾ നേരിടുകയാണ് ഇംഫാലിൽ. ജനാധിപത്യത്തിൻ്റെ അർത്ഥം മലയാളി മനസ്സിലാക്കുന്നതല്ല മണിപ്പൂരിയുടേത്. വോട്ടെടുപ്പ് തോക്കിൻ തുമ്പത്താണെങ്കും. സൈന്യത്തിൻ്റെ കാക്കി ഭരണകൂടത്തിൻ്റെ വികാരമറ്റ ജനവിരുദ്ധതയായി മണിപ്പൂരികൾ ജനാധിപത്യത്തെ കാണും. സൈന്യത്തിൻ്റെ പ്രത്യേക അവകാശ നിയമത്തിൻ്റെ കീഴിലാണ് നിയമസഭാ മണ്ഡലങ്ങളൊക്കെ. സൈന്യത്തിന് വടക്ക് കിഴക്കിൻ്റെ സംഘർഷബാധിത മേഖലകളിൽ പ്രത്യേക അവകാശങ്ങൾ നൽകുന്നതാണ് അസ്പ എന്ന നിയമം. 1958 മുതൽ മണിപ്പൂർ ഈ നിയമത്തിന് കീഴിലാണ്. Well, problems are quite complicated. It is not the excesses of the security forces. We also have the problems of insurgency. The problems of insurgency, NCP has been saying that should be resolved through proper dialogue. Government of India as well as the state government should initiate a dialogue with the insurgent outfits and try to find a solution. തീവ്രവാദത്തെ രാഷ്ട്രീയമായി അമർച്ച ചെയ്യുന്നതിൽ പരാജയപ്പെട്ട സർക്കാർ സൈന്യത്തെ നിയോഗിക്കുകയായിരുന്നു. മണിപ്പൂരിൻ്റെ കുന്നിൻ ചെരുവുകളിലേക്ക് അസ്പ വന്നതോടെ നിയമ സംവിധാനങ്ങളെല്ലാം ഒറ്റയടിക്ക് നിരാകരിക്കപ്പെട്ടു. പകരം സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരം തോക്കിൻ കുഴൽ. വലിയ ചരിത്രവും സംസ്കാരവും സ്വന്തമായി അവകാശപ്പെടുന്നവരാണ് മണിപ്പൂരിലെ ജനങ്ങൾ. 1947 ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ മണിപ്പൂർ തികച്ചും സ്വതന്ത്രമായ മറ്റൊരു രാജ്യമായിരുന്നു. 1948 സൗത്ത് ഏഷ്യയിൽ തന്നെ ആദ്യമായി മണിപ്പൂരിൽ ഒരു ഭരണഘടന ഉണ്ടാവുകയും അവിടെ സ്വതന്ത്രമായ ജനാധിപത്യ തിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തു. അതിനുശേഷമാണ് മണിപ്പൂർ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായി മാറിയത്. പക്ഷേ മണിപ്പൂർ എന്നൊരു സ്വതന്ത്ര രാജ്യമായി മാറിത്തിരിക്കണം എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് തീവ്രവാദികൾ മിക്കവാറും സമരമുഖത്ത് വരുന്നത്.
സുഭാഷ് ചന്ദ്രബോസിന്റെ കാലം തൊട്ടേ മണിപ്പൂരിന് പരിചിതമാണ് വെടിവെച്ചത്. അഫ്സ്പ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വിവാദ നിയമത്തിന്റെ പ്രയോഗമാണ് മണിപ്പൂരിൽ ബഹുജന കലാപത്തിന്റെയും മനുഷ്യാവകാശ ലംഘനത്തിന്റെയും മുഖ്യ കാരണം. ഇന്ത്യയിൽ എവിടെയും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ ക്രമസമാധാനം പിടിച്ചു നിർത്താനായി സംസ്ഥാന സർക്കാരുകൾക്ക് നടപ്പിലാക്കാവുന്ന അമിത അധികാര നിയമമാണ് അഫ്സ്പ. സായുധ സേന പ്രത്യേക അധികാര നിയമപ്രകാരം പട്ടാളത്തെ വിളിച്ചുവരുത്തി ക്രമസമാധാനം ഏൽപ്പിക്കാനാവും. അഫ്സ്പ നിലവിൽ വന്നാൽ പട്ടാളത്തിന് പൗരാവകാശങ്ങളുടെ മേൽ നിയന്ത്രണമില്ലാത്ത അധികാരങ്ങളുണ്ടാകും. സംശയാസ്പദമായി ആരെയെങ്കിലും നിരത്തിൽ കണ്ടാൽ വെടിയുതിർക്കാനാകും. ഇത് ചെയ്യുന്ന പട്ടാള ഉദ്യോഗസ്ഥനെതിരെ നിയമപ്രകാരം ചോദ്യം ചെയ്യപ്പെടാനുള്ള പൗരാവകാശം നിഷേധിക്കപ്പെടുന്നതുമാണ് അഫ്സ്പയുടെ ഏറ്റവും എതിർക്കപ്പെടുന്ന വശം. The basic security of the people, too much of militarization, chronic militarization, these are not issues in the election. So there are fundamentally problems, deeper problems which needs to be addressed, which cannot be solved by this periodic 5 years election. This is only procedural expression of a democratic will, but the substantive expression of people's will and democracy, I think, is still lacking to a large extent. സംസ്ഥാനത്ത് തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണകൂടങ്ങൾക്കെതിരെ നിരന്തര യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന ഒളിപ്പോരാളികൾക്കെതിരെ നടപടി എന്ന പേരിൽ മണിപ്പൂരിൽ ആയിരക്കണക്കിന് നിരപരാധികൾ ഇതിനകം വെടിയുണ്ടയ്ക്ക് ഇരയായി കഴിഞ്ഞു. മണിപ്പൂരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ബഹളങ്ങളെക്കാൾ അപ്പുറം ഒളിപ്പോരാളികളുടെ ഭീഷണിയിൽ വിരണ്ടു നിൽക്കുന്ന രാഷ്ട്രീയക്കാരെയും ഗ്രാമനഗരമന്യേ തോക്കു ചൂണ്ടി റോന്തു ചുറ്റുന്ന പട്ടാളക്കാരെയുമാണ് മണിപ്പൂരിന്റെ പതിവ് കാഴ്ചകളിൽ പെടുത്താവുന്നത്. Yeah, law and order problem is an issue we are facing, in fact. But the Congress party and its government have been doing to improve this law and order situation to bring about a lasting peace in the state. And when we talk about the human rights issue, and then we have to look at not only the government, but also to the underground outfits, you see. And I think here in this small state like ours, we have more than 50 outfits of the underground in insurgent groups in the state. So this is the problem. ഇന്ദ്രപ്രസ്ഥത്തിന്റെ തമ്പുരാന്മാർക്ക് ഇംഫാലിലെ വികസന പദ്ധതികൾ പരിസരമറിയാതെ തീരുമാനിക്കുകയും ഒന്നുപോലും നടപ്പാക്കാതെ ഇരിക്കുകയും ചെയ്തപ്പോൾ അവഗണിക്കപ്പെട്ട സമൂഹം സമാധാനത്തിന്റെ ഇടവേളകളില്ലാതെ കലാപങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ഈ സമൂഹത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം വോട്ടെടുപ്പ് നടത്തി പ്രാദേശിക പ്രതിനിധികളെ കാത്തിരിക്കുന്നത്. It is because of long time negligence from the center. Whatever today, it is because of the long time negligence from the center. Whatever the concentration and cares giving these times, if it was given from the earlier, that this type of things should not be here. ഇറോം ശർമിള ചാനു തന്നെയാണ് ഇന്ന് മണിപ്പൂരിന്റെ നേതാവും വിഗ്രഹവും. 12 വർഷമായി കരിനിയമത്തിനെതിരെ ശർമിള നിരാഹാരത്തിലാണ്. ഇറോം ശർമിളയുടെ വീരിട്ട സമരത്തിന്റെ വിത്തുകൾ പൊട്ടിത്തെറിക്കുമ്പോൾ ജനാധിപത്യ പരീക്ഷണത്തിന് പോലും ഈ മണ്ണിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ലാതാകുന്നു. അമ്മമാരുടെ മാത്രം ചന്തയായ മണിപ്പൂരിന്റെ സ്വന്തം ഇമാ മാർക്കറ്റിൽ ഇക്കുറി തിരഞ്ഞെടുപ്പിനേക്കാൾ ചൂടോടെ വിറ്റുപോയതും ഇറോം ശർമിളയുടെ നിരാഹാരമാണ്. ഇതാണ് മണിപ്പൂരിന്റെ തലസ്ഥാനമായ ഇംഫാലിലെ ഇമാ മാർക്കറ്റ്. അമ്മമാരുടെ ചന്ത എന്നർത്ഥം. സ്ത്രീകൾക്ക് ആവശ്യമുള്ള എല്ലാം ഇവിടെ കിട്ടും എന്ന് ചുരുക്കം. പക്ഷെ ഇവിടെ നടക്കുന്ന ഇടമുറിയാത്ത കച്ചവടത്തിനപ്പുറം മണിപ്പൂരിലെ സ്ത്രീകളുടെ പ്രതിഷേധത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും സ്ഥിരാകേന്ദ്രമാണ് ഇവിടെ. ഇറോം ശർമിളയുടെ നിരാഹാര സമരങ്ങൾ ഇടമുറിയാതെ നടക്കുന്നതും ഇവിടെ തന്നെയാണ്. ശർമിള ജീവൻ പണയം വെച്ച് പ്രതിഷേധമുയർത്തി നിൽക്കുന്നത് മണിപ്പൂരിന്റെ ഒരുപാട് അമ്മമാർക്ക് വേണ്ടിയാണ്. ശർമിളയുടെ സമരം മനുഷ്യാവകാശ ലംഘനങ്ങളെ ലോകത്തിന്റെ മുന്നിൽ ശ്രദ്ധ വരുത്തുന്നതിന് വലിയ പങ്കാണ് വഹിച്ചത്. ഒളിപ്പോരാളികൾക്കെതിരെ നടപടിയെന്ന പേരിൽ മണിപ്പൂരിൽ നടക്കുന്ന സൈനിക നീക്കങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ട ഒട്ടനവധി നിരപരാധികളുണ്ട്. ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട സ്ത്രീകളും മക്കൾ നഷ്ടപ്പെട്ട അമ്മമാരും
സംഘടിതമായിട്ടാണ് ഈ ചെറുത്തുനിൽപ്പ് നടത്തുന്നത്. 12 വർഷമായി നിരാഹാരം തുടരുന്ന ശർമിളയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ആശുപത്രിക്കുള്ളിലാക്കി പുറം ലോകവുമായി ബന്ധം നിഷേധിച്ചിരിക്കുകയാണിപ്പോൾ. മൂക്കിലൂടെ കുഴൽ വഴി നിർബന്ധിച്ച് നൽകുന്ന നിരവധി രൂപത്തിലുള്ള ആഹാരത്തിൻ്റെ ബലത്തിലാണ് ശർമിളയുടെ ജീവൻ നിലനിൽക്കുന്നത് തന്നെ. 2004 ജൂലൈ മാസത്തിൽ 32-കാരിയായ മനോരമ ദേവിയെ അസാം റൈഫിൾ പട്ടാളക്കാർ പിടിച്ചുകൊണ്ടുപോയി മാനഭംഗപ്പെടുത്തി കൊല ചെയ്ത സംഭവമാണ് മണിപ്പൂരിലെ അമ്മമാരുടെ പ്രതിഷേധത്തിന് ഒരു പുതിയ രൂപം നൽകിയത്. രോഷം കൊണ്ട സ്ത്രീകൾ നിരത്തിലിറങ്ങി എല്ലാം അടിച്ചു തകർത്തു. പട്ടാള ബാരക്കിന് മുന്നിൽ വിവസ്ത്രരായി ഇന്ത്യൻ പട്ടാളം ഞങ്ങളെ ബലാത്സംഗം ചെയ്യുന്നുവെന്ന് വിളിച്ചു പറഞ്ഞ് അമ്മമാർ കോപം ലോകത്തിനു മുന്നിൽ നിരത്തിവെച്ചു. ഇരുപത്തിമൂന്നാം വയസ്സിൽ വിധവയാകാൻ വിധിക്കപ്പെട്ട രേണുവിൻ്റെ കഥ മണിപ്പൂരിലെ ഒട്ടനവധി സ്ത്രീകളുടെ ജീവിത കഥ കൂടിയാണ്. ഒരു ദിവസം സാധാരണ പോലെ പുറത്തുപോയ ഭർത്താവിനെ കാത്തിരുന്ന രേണുവിനെ തേടിയെത്തിയത് ഭർത്താവ് അപകടത്തിൽപ്പെട്ടുവെന്ന പോലീസിന്റെ സന്ദേശമായിരുന്നു. The police commando was fired towards them. They are riding the Activa. In our state, if somebody is killed, the police file FIR, and on our family side we can't file FIR. This is the problem, and in the FIR they branded as our husband as branded as terrorists or UGs. Yeah, my family is supporting me as the day-to-day needs, and I also earn some money. ഒരു സാധാരണ പെൺകുട്ടിയായ രേണുവിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച സംഭവങ്ങളാണ് യഥാർത്ഥത്തിൽ നടന്നത്. പെരുവഴിയിൽ തടഞ്ഞു നിർത്തി തീവ്രവാദിയാണെന്ന് ആരോപിച്ച് വെടിവെച്ചിടുകയായിരുന്നു. പ്രത്യേക സൈനിക നിയമം നിലനിൽക്കുന്ന മണിപ്പൂരിൽ പരാതി നൽകുവാനോ നഷ്ടപരിഹാരം നേടുവാനോ കഴിഞ്ഞതുമില്ല. So, as they're branded as terrorists, so we have never get any as gracious or compensation from the government side. Still, no one has get any this compensation. ഭർത്താവ് കൊല്ലപ്പെടുമ്പോൾ തൻ്റെ കുഞ്ഞിന് 11 മാസം മാത്രം പ്രായം. ജീവിതത്തിൽ ദുരിതങ്ങൾ സഹിച്ച് അടങ്ങിയിരിക്കാതെ മണിപ്പൂരിലെ വിധവകൾക്കും മക്കൾ നഷ്ടപ്പെട്ട അമ്മമാർക്കും വേണ്ടി പോരാടുകയാണ് രേണു. വികസന പ്രശ്നങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിലും പരിഹാരം നിർദ്ദേശിക്കുമെന്ന് ഇവിടെ ആരും കരുതുന്നില്ല. ഭരണകക്ഷിയായ കോൺഗ്രസ് കഴിഞ്ഞ തവണയും തുടർച്ചയായി അധികാരത്തിലേറിയത് പ്രതിപക്ഷം ദുർബലമായതുകൊണ്ട് മാത്രം. Why the opposition parties so weak? Because of the performance of the Congress-led government, the SPF government, and then we could bring about the changes, both in the hills and in the valley of the state. I think now in terms of the stability also, this is the first time to provide a stable government in the state. It is a historical events in fact. ആസ്പ പിൻവലിക്കൽ മുഖ്യ പ്രചരണമാകുമ്പോഴേക്കും ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടെടുക്കാൻ കഴിയാതെയാണ് കോൺഗ്രസ് മത്സരരംഗത്ത് ഇറങ്ങിയത്. മണിപ്പൂരിലെ 7 സംഘടനകൾ ഇത്തവണ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു. സുരക്ഷാ ഭീഷണിക്കിടയിൽ മണിപ്പൂർ തെരഞ്ഞെടുപ്പിൽ ഇത്തരമൊരു പ്രചരണം വളരെ വിരളമാണ്. പട്ടാളക്കാരുടെയും പോലീസിന്റെയും കനത്ത ബന്ധുവിനിടയിൽ മുഖ്യമന്ത്രി ബോബി സിംഗിന്റെ ഒരു സമ്മേളനമാണ്. തെരഞ്ഞെടുപ്പ് നടപടികളുമായി സഹകരിക്കരുതെന്ന് ഒളിപ്പോരാളികൾ ആവശ്യപ്പെടുകയും ചെയ്തു. Why they are burned, blockade and threatening to the Congress worker alone? If they wanted to, earlier in other election we are facing same problem, but by the time they said that we will not allow and the election under Indian Constitution. But if they ban all the other political party, that is another case. It is up to them whether it is success or not. But this time, why particularly they are ban only Congress? So we have already requested to the election commission also. They should have to be give clear-cut instruction to the concerned. It is not fair and justice.
ഇന്ത്യൻ യൂണിയനിൽ നിന്ന് വിട്ടുപോകണമെന്ന വാദമുയർത്തി നിരന്തര അക്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒളിപ്പോരാളികൾ ഉയർത്തുന്ന ഭീഷണിക്കിടയിലാണ് വൻപിച്ച വംശീയ കലാപങ്ങൾക്ക് മണിപ്പൂർ സാക്ഷ്യം വഹിച്ചത്. മണിപ്പൂരിന്റെ സേനാപതി ജില്ലയിൽ നാഗ കുക്കി വംശങ്ങൾ തമ്മിലായിരുന്നു കലാപം. ഈ ജില്ലയിലെ സദർ പ്രദേശങ്ങളിൽ അവിടെ മുൻതൂക്കമുള്ള കുക്കികൾക്ക് ഒരു പ്രത്യേക ജില്ല അനുവദിക്കാനുള്ള നീക്കമാണ് നാഗകളെ ചൊടിപ്പിച്ചത്. ഇതിനിടയിൽ സേനാപതി ജില്ലയിൽ നാഗകൾക്ക് മുൻതൂക്കമുള്ള പ്രദേശങ്ങൾ നാഗാലാൻഡിനൊപ്പം ചേർക്കാനുള്ള നീക്കവും നടന്നു. വിവിധ വംശങ്ങൾ തമ്മിലുള്ള പിടിവലിയിൽ മണിപ്പൂർ കലാപാഗ്നിയിൽ അമർന്നു. അസമിൽ നിന്ന് അവശ്യവസ്തുക്കൾ കൊണ്ടുവരുന്ന മുഖ്യപാത നാഗാ സംഘടനകൾ തടഞ്ഞു. 100 ദിവസം നീണ്ടുനിന്ന ഉപരോധത്തിൽ നിത്യജീവിതത്തിനാവശ്യമായ വസ്തുക്കൾ കിട്ടാതെ മണിപ്പൂരികൾ നട്ടം തിരിഞ്ഞു. സാമാന്യ ജനത്തിന്റെ ദുരിതം കാണാനാവാത്ത ഭരണകൂടങ്ങൾക്കെതിരെ ജനം രോഷം കൊണ്ടു. There is a political dimension of the struggle which has been for much too long glossed over, and only the activities of them are criminalized, and therefore the root of the problem have never been addressed. If one has to look for a much stable, peaceful Manipur, those core issue needs to be addressed politically, and to negate that and to have this election over and over, somehow people feel that they have been taken for a trip. മണിപ്പൂരിന്റെ വികസനം മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾക്ക് ഒരു വിഷയമേ അല്ല. ക്രമസമാധാനത്തിന്റെ ഉമ്മാക്കി കാട്ടി ബഹുജന പ്രക്ഷോഭങ്ങളെ തച്ചുടക്കുകയാണ് ഇവിടെ. പ്രായപൂർത്തിയായ സ്വന്തം മക്കളെ കടം വാങ്ങിയെങ്കിലും ബാംഗ്ലൂർ, ചെന്നൈ പോലുള്ള നഗരങ്ങളിലേക്ക് ഉപരിപഠനത്തിനായി പറഞ്ഞുവിടുകയാണ് മണിപ്പൂരികൾ. കുട്ടികളുടെ പഠനം മാത്രമല്ല ലക്ഷ്യം, കലാപത്തിന്റെ വെടികുണ്ടുകളിലൊന്ന് തങ്ങളുടെ മക്കളുടെ നെഞ്ചിൽ പതിക്കരുതേ എന്ന പ്രാർത്ഥന കൂടിയാണിത്. ഭാരതത്തിലെവിടെയും അധികാരം കിട്ടിയാൽ രാഷ്ട്രീയ മേലാളന്മാർ കാട്ടുന്ന ധാർഷ്ട്യവും ജനങ്ങളോടുള്ള പുച്ഛവും അതിൻ്റെ ഏറ്റവും മലീമസമായ രൂപത്തിൽ മണിപ്പൂരിൽ കാണാം. അക്രമത്തെക്കാളും അസ്ഥിരതയെക്കാളും മണിപ്പൂരികളെ എപ്പോഴും ചൊടിപ്പിക്കുന്നത് ജനജീവിതത്തിനെ കുറിച്ച് സർക്കാരുകൾക്ക് ശ്രദ്ധയില്ലെന്നതാണ്. മണിപ്പൂരിൽ വൈദ്യുതി ആകെ ലഭിക്കുന്നത് ദിവസവും 2 മണിക്കൂർ മാത്രം, കുടിവെള്ളവും ഏകദേശം അത്ര സമയം തന്നെ. അതൊക്കെ സഹിക്കാം. പക്ഷേ അധികാരമുള്ളവർക്കും സ്വാധീനമുള്ളവർക്കുമായി പ്രത്യേകം വൈദ്യുതി നൽകുന്നതിന് VIP ലൈനുകളുണ്ട്. കുടിവെള്ളവും അവർക്ക് ദിവസവും 24 മണിക്കൂറും ലഭിക്കും. ഇതൊക്കെ കണ്ടാൽ ആരാകും തെരുവിലിറങ്ങാതിരിക്കുന്നത്? തിരഞ്ഞെടുപ്പ് പ്രചരണം മൂർച്ഛാവസ്ഥയിലെത്തിയപ്പോഴാണ് ഞങ്ങൾ ഇംഫാലിലെത്തിയത്. വെടിവയ്പിലോ ബോംബ് സ്ഫോടനത്തിലോ സാധാരണക്കാർ പിടഞ്ഞു വീഴുന്നത് പതിവ് കാഴ്ചയാണ് എന്ന കേൾവി കേട്ടാണ് ഞങ്ങൾ വന്നിറങ്ങിയത്. ഇവിടുത്തെ പ്രചരണങ്ങൾ കണ്ട് മടങ്ങിയ ആദ്യ ദിവസം വൈകിട്ട് 7 മണിയോടെ നിയമസഭാ സ്പീക്കറിന്റെ വസതിക്ക് മുന്നിൽ ബോംബ് പൊട്ടിയെന്ന വാർത്ത കേട്ട് ഞങ്ങൾ അങ്ങോട്ട് കുതിച്ചു. ആ പ്രദേശം മുഴുവൻ പട്ടാളക്കാരെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരുന്നു. ഒരു ബോംബ് പൊട്ടിയെന്നും ഇനി ഒന്നുകൂടിയുണ്ടെന്ന് സംശയമുണ്ടെന്നും അറിയിച്ച ശേഷം പട്ടാളക്കാർ എല്ലാവരെയും അകറ്റി നിർത്തി. അല്പനേരം ദൂരെ നിന്ന് വീക്ഷിച്ച മാധ്യമപ്രവർത്തകരെ അവസാനം സംഭവസ്ഥലത്തേക്ക് കടത്തിവിട്ടു. ഒളിപ്പോരാളികൾ സ്ഥാപിച്ച ബോംബ് പൊട്ടി നിയമസഭാ സ്പീക്കറിന്റെ വസതിക്ക് മുന്നിൽ വഴിയാത്രക്കാരൻ മരണപ്പെട്ടുവെന്നും ഇയാൾ ഒളിപ്പോരാളിയാകാൻ സാധ്യതയുണ്ടെന്നും പോലീസ് ഭാഷ്യം വന്നു. മണിപ്പൂരിൽ തീവ്രവാദികൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാൻ നടത്തുന്ന തിരിച്ചടികൾ ഈ വിധത്തിലാണ്. ഇത്തവണ നിയമസഭാ സ്പീക്കറിന്റെ വസതിക്ക് മുന്നിലാണ് ബോംബ് സ്ഫോടനം. ഒരു മരണം പലതവണ ആവർത്തിക്കുന്ന സൂചനകളിലൊന്നാണിത്. ഇതിനിടയിലൂടെ വേണം മണിപ്പൂരിൽ ജനാധിപത്യം നയിച്ചു കൊണ്ടുപോകാൻ. ബോംബ് വച്ചെന്ന് സംശയിക്കപ്പെടുന്ന സ്കൂട്ടറും ചോരപ്പുരണ്ട ശവശരീരവും ഒരു വണ്ടിയിലെടുത്തിട്ട് അരികിലേക്ക് മാറ്റി. മണിപ്പൂരിലേത് പതിവ് കാഴ്ചയാണത്രേ. സംഭവത്തിന് രാഷ്ട്രീയ നിറം കൂടി നൽകി സ്പീക്കർ തന്റെ ഭാഗം ഒഴിഞ്ഞു. To my mind, I think at this point of time, it is very difficult to say. But my heart only goes out to the people who have been injured, and I think I fear there's a fatality also. രാഷ്ട്രീയ നിറം ഉണ്ടായാലും ഇല്ലെങ്കിലും അക്രമങ്ങൾക്ക് ഉടനടി പ്രതിഷേധവും ഉണ്ടാകും. സ്പീക്കർക്ക് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് വീട്ടമ്മമാർ തെരുവിലിറങ്ങി റോഡ് തടഞ്ഞു. ഇങ്ങനെ പലപ്പോഴും പൊതുജനം പെരുവഴിയിലാകും. അക്രമങ്ങളും അതിനെതിരെയുള്ള പ്രതിഷേധങ്ങളും പല ദിവസങ്ങളിലും പതിവ് കാഴ്ചയാണ് മണിപ്പൂരിലെ തെരുവുകളിൽ. അതിലൊന്നാണിത്. തലേ ദിവസം ബോംബ് സ്ഫോടനത്തിൽ സാധാരണ ജനങ്ങൾ മരിച്ചതിൽ പ്രതിഷേധിച്ച് വീട്ടമ്മമാർ വഴി തടയുകയാണ് ഇവിടെ. തുടർച്ചയായി 3ാം വിജയം കൊതിക്കുന്ന കോൺഗ്രസ് ഇത്തവണ നേരിടുന്ന വെല്ലുവിളികൾ കുറച്ചൊന്നുമല്ല. അസ്പ പിൻവലിക്കുന്നത് മാത്രമല്ല മുഖ്യമന്ത്രി ബോബി സിംഗിന്റെ തലവേദന. കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക ഉപരോധത്തിന്റെ വടുക്കൾ സമൂഹത്തിൽ നിന്നും ബാക്കി കിടപ്പാണ്. നാഗ കുക്കി വംശങ്ങൾക്കിടയിലുണ്ടായ ഭിന്നതയാണ് തർക്കത്തിന് ഇടയാക്കിയത്. ഏതായാലും 120 ദിവസം കൊണ്ട് മണിപ്പൂർ തമ്പിച്ചു.
4 മാസത്തിൻ്റെ പാചകവാതക സിലിണ്ടറിന് ഒന്നിന് 3000 രൂപയായി. പെട്രോൾ ഡീസൽ വിലകളും സമാനമായി തന്നെ ഉയർന്നു നിന്നു. ഇതാണ് മണിപ്പൂരിൻ്റെ പുത്തൻ പുതിയ നിയമസഭാ മന്ദിരം. അങ്ങനെയാണെങ്കിൽ പഴയ നിയമസഭാ മന്ദിരത്തിന് എന്ത് പറ്റി എന്ന് ചോദിക്കാം. 2000-ൽ BJP കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ മണിപ്പൂരിൻ്റെ ഒരു ഭാഗം അടർത്തി നാഗാലാൻഡിനൊപ്പം ചേർക്കാനുള്ള തീരുമാനം രൂപം കൊണ്ടുവന്നു. ഇതിൽ പ്രതിഷേധിച്ച് മണിപ്പൂരികൾ നിരത്തിലിറങ്ങി നിയമസഭാ മന്ദിരം തീവച്ച് നശിപ്പിച്ചു. അതിനുശേഷമാണ് പുതിയ ലൊക്കേഷനിൽ പുതിയ നിയമസഭാ മന്ദിരം ജനാധിപത്യത്തിൻ്റെ പ്രതീക്ഷയായി ഇംഫാലിൻ്റെ നെറുകയിൽ തലയുയർത്തി നിൽക്കുന്നത്. പ്രതിപക്ഷത്തിനും ഇതേവരെ അക്കൗണ്ട് തുറക്കാത്ത BJPക്കും വേരുറപ്പിക്കാനുള്ള പ്രതീക്ഷകൾ നൽകുന്ന വകകൾ ഇനിയുമുണ്ട്. ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ വളരെ ദുർബലമാണ് BJP മണിപ്പൂരിൽ. കേരളത്തിലെന്ന പോലെ നിയമസഭയിലേക്ക് ഇതുവരെയും അക്കൗണ്ട് തുറന്നിട്ടില്ല താനും. ഇത്തവണ പ്രതിപക്ഷ രാഷ്ട്രീയ സഖ്യത്തിലാണ് BJP. ഒപ്പം NCPയും മണിപ്പൂർ പീപ്പിൾസ് പാർട്ടിയും നമ്മുടെ CPI ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികളുമുണ്ട് താനും. പക്ഷേ ഒരു സീറ്റെങ്കിലും നേടി വിജയമുറപ്പിച്ച് മണിപ്പൂർ നിയമസഭയിൽ കടന്നു കയറുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് BJPയുടെ മുന്നിലുള്ളത്. പോയ ദശകം മണിപ്പൂരിൻ്റെ ഇരുണ്ട ദശകമായിരുന്നുവെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. പണത്തിനായുള്ള തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകങ്ങൾ, ഉപരോധങ്ങൾ, ബന്ധുകൾ, സമാന്തര നിയമ സംവിധാനങ്ങൾ, തികഞ്ഞ അസ്വസ്ഥത, ഈ പച്ചപ്പ് പുകയുകയാണ്. ദേശീയ പാർട്ടിയായ കോൺഗ്രസിന് അധികാരത്തിലെത്താൻ ഇത്തവണ വലിയ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ഇബോബി സിംഗ് പ്രചരണം തുടങ്ങും മുമ്പ് തന്നെ ആദ്യ തിരിച്ചടിയായി. മതേതര പുരോഗമന മുന്നണിയിൽ നിന്ന് സഖ്യകക്ഷിയായ CPI പിന്മാറി. കഴിഞ്ഞ തവണ 4 MLAമാരുണ്ടായിരുന്നു പാർട്ടിക്ക്. സംസ്ഥാനത്തെ 31 അംഗ കോൺഗ്രസിന് കാര്യങ്ങൾ എളുപ്പമാക്കിയത് ഈ സഖ്യമാണ്. ഇക്കുറി 23 പഴയ സുഹൃത്തുക്കൾ ഇബോബിക്ക് എതിർപ്പുയർത്തുന്നു. 60 മണ്ഡലങ്ങളിലും കോൺഗ്രസിന് സ്ഥാനാർത്ഥികളുണ്ട്. തൃണമൂൽ കോൺഗ്രസ് 47 മണിപ്പൂർ സ്റ്റേറ്റ് കോൺഗ്രസ് 27 ജനവിധി നേടുകയാണ്. NCP 22 മണ്ഡലങ്ങളിലും മണിപ്പൂർ പീപ്പിൾസ് പാർട്ടി 12 മണ്ഡലങ്ങളിലും മത്സരിച്ചു. 19 മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോൾ നാഗ പീപ്പിൾസ് ഫ്രണ്ട് 12 സീറ്റിൽ വിജയം തേടുന്നു. നിറതോക്കുകൾക്ക് മുന്നിൽ തലകുനിക്കാതെ 82% മണിപ്പൂരുകൾ ഇത്തവണ വോട്ട് ചെയ്യാനെത്തി. നിത്യജീവിതത്തിൻ്റെ 4 ചുറ്റും തളം കെട്ടുന്ന അക്രമത്തിൻ്റെ ചോര ജനാധിപത്യത്തിൻ്റെ തൂവാല കൊണ്ട് തുടച്ചു മാറ്റാമെന്ന പ്രതീക്ഷയോടെ രാജ്യം ഉറ്റുനോക്കുകയാണിവിടെ. ഓരോ വോട്ടിനും ജീവന്റെ വിലയാണ് മണിപ്പൂരിൽ. വർഷങ്ങൾ നീണ്ട അക്രമത്തിലും കലാപത്തിലും സമാധാന ജീവിതം നഷ്ടപ്പെട്ട ഒരു സമൂഹമാണ് മണിപ്പൂർ. രാഷ്ട്രീയ സംവിധാനം ഓരോ തെരഞ്ഞെടുപ്പിലും സമാധാനം തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ കിണഞ്ഞു നടത്താറുണ്ട്. ഈ ആശയക്കുഴപ്പങ്ങൾക്കിടയിലും മണിപ്പൂരിലെ ജനത നെഞ്ചോട് ചേർക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട്. എന്തെങ്കിലും സുന്ദരമായി സംസ്ഥാനത്ത് സമാധാനം തിരിച്ചു വരുമെന്ന പ്രതീക്ഷ. ആ പ്രതീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് കൂടി പ്രയത്നിക്കാം, പ്രാർത്ഥിക്കാം. മണിപ്പൂരിൻ്റെ വോട്ട് യാത്ര ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.